ഇപ്രകാരം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് മാത്രം പ്രവേശനമുള്ള സ്വർഗീയ രഹസ്യമായ ദൈവമാതാവിനെ അടുത്തറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയിൽ അങ്ങയുടെ പ്രകാശം നിറയട്ടെ. ഞങ്ങളുടെ ഹൃദയങ്ങൾ ദൈവസ്നേഹത്താൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആവേ മരിയ. ഇരിക്കാം. ഇപ്പോൾ പാടിയ ഗാനം ഇന്നത്തെ വിഷയം അവതരിപ്പിക്കുകയാണ്. എന്താ പാടിയത്? ശ്രദ്ധിച്ചോ? കന്യകാമറിയം ഉന്നത വണക്കത്തിന് അർഹയാണ്. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നത് അയാളുടെ പ്രത്യേക സ്ഥാനമഹിമ അനുസരിച്ചായിരിക്കും. അതുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിനോടുള്ള നമ്മുടെ സ്നേഹം ശരിയായ രീതിയിലാകണമെങ്കിൽ മാതാവിൻ്റെ അനന്യമായ സ്ഥാനമഹിമയെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അതേപ്പറ്റി ഒരു നിർദ്ദേശം തന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്: തിരുസഭ എന്ന പ്രമാണരേഖയുടെ 67ാമത്തെ ഖണ്ഡികയാണ്. ദൈവമാതാവിൻ്റെ അനന്യമായ മഹത്വത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ എന്ന് പറയാൻ തുടങ്ങുന്നത് തന്നെ ദൈവമാതാവിൻ്റെ മഹത്വം അനന്യമായ മഹത്വം, മറ്റാർക്കും ഇല്ലാത്തൊരു മഹത്വം എന്ന് സൂചനയുണ്ട് ഇവിടെ. ദൈവമാതാവിൻ്റെ അനന്യമായ മഹത്വത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ തെറ്റായ അതിവർണ്ണനയും അതുപോലെ തന്നെ അതിരു കവിഞ്ഞ സങ്കുചിത മനസ്ഥിതിയും ശ്രദ്ധാപൂർവം ഒഴിവാക്കേണ്ടതാണെന്ന് തിരുസഭ ദൈവശാസ്ത്രജ്ഞന്മാരെയും തിരുവചന പ്രഘോഷകരെയും ഗൗരവപൂർവം ഉത്ബോധിപ്പിക്കുന്നു. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് മരിയൻ ദൈവശാസ്ത്രം എന്നർത്ഥം. വിശുദ്ധ ലിഖിതങ്ങളുടെയും, അതായത് ബൈബിൾ, വിശുദ്ധ പിതാക്കന്മാരുടെയും, അതായത് അപ്പസ്തോലിക പിതാക്കന്മാർ, സഭാപിതാക്കന്മാർ, വേദപാരംഗതരുടെയും, ഡോക്ടേഴ്സ് ഓഫ് ദ ചർച്ച്, സഭയുടെ ആരാധനാക്രമങ്ങളുടെയും ബോധനങ്ങൾ സഭാപ്രബോധന അധികാരത്തിന് നിയന്ത്രണത്തിൽ ശരിയായി വിശകലനം ചെയ്ത് ഭാഗ്യവതിയായ കന്യകയുടെ പ്രവർത്തനങ്ങളും വിശേഷ വരങ്ങളും നന്നായി വ്യക്തമാക്കുകയും ചെയ്യണം. വലിയൊരു ഉത്തരവാദിത്വമാണിത്. പരിശുദ്ധ മറിയത്തെ പറ്റി പഠിപ്പിക്കുക വളരെ ഗൗരവമേറിയ ഉത്തരവാദിത്വമാണ്. അണുവിട ഇടത്തോട്ടും വലത്തോട്ടും വ്യതിചലിക്കാൻ പാടില്ല. അതുകൊണ്ട് 5 കാര്യം എടുത്ത് പറയുകയാണ്: വിശുദ്ധ ഗ്രന്ഥം, സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ, വേദപാരംഗതന്മാരുടെ പഠിപ്പിക്കലുകൾ. ഇവ സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കാനും പാടില്ല. ഈ പഠിപ്പിക്കലുകളെല്ലാം സഭാ പ്രബോധന അധികാരത്തിന്റെ നിയന്ത്രണത്തിൽ വേണം വിശകലനം ചെയ്യാൻ. അങ്ങനെ ഭാഗ്യവതിയായ കന്യകാമറിയത്തിൻ്റെ വിശേഷ വരങ്ങളും പ്രവർത്തനങ്ങളും നന്നായി പഠിപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം പഠിപ്പിക്കണം എന്ന് പ്രസംഗകരോട് പറയുന്നതിൻ്റെ അർത്ഥം വിശ്വാസികൾ ഇതുപോലെ തന്നെ ഗൗരവത്തോടെ ഇതെല്ലാം മനസ്സിലാക്കണം എന്നിവിടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ സായാഹ്നത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ അനന്യമായ മഹത്വത്തെപ്പറ്റി
മറ്റാർക്കുമില്ലാത്ത സ്ഥാന മഹത്വത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പരിശുദ്ധ മറിയത്തോടുള്ള നമ്മുടെ ബന്ധം, സ്നേഹം, അടുപ്പമെല്ലാം ഈ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മുടെ കേരളത്തിലെ പുരാതന ദേവാലയങ്ങളുടെ എല്ലാം പരിശുദ്ധ മദ്ബഹ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രത്യേക രീതിയിലാണ്. ഏത് വിശുദ്ധൻ്റെ പേരിലുള്ള പള്ളിയാണെങ്കിലും പ്രധാന പള്ളികളിലെല്ലാം മദ്ബഹായുടെ ചിത്രീകരണം പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ദൈവമാതാവിനെ ത്രിലോകരാജ്ഞിയായി കിരീടം ധരിപ്പിക്കുന്ന രംഗമാണ്. നമ്മൾ അതിശയിച്ചു പോകും, എന്തുകൊണ്ട് മിശിഹായുടെ അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ അല്ലെ പരിശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ മൂവരുടെയും ഒരു ചിത്രമുണ്ടാക്കി പ്രതിഷ്ഠിച്ചുകൂടാ? പക്ഷേ നിങ്ങൾ പഠിച്ചു നോക്കിക്കോ, എല്ലാ പുരാണ ദേവാലയങ്ങളുടെയും മദ്ബഹായുടെ ചിത്രീകരണം പരിശുദ്ധ ത്രിത്വം ഉണ്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവിടെ ഉണ്ട്. പക്ഷേ ദൈവമാതാവിനെ രാജ്ഞിയായി കിരീടം ധരിപ്പിക്കുന്നതാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞു വെച്ചു. അദ്ദേഹത്തിന് സ്വന്തം വാക്കല്ല, സെറാഫിക് പണ്ഡിതൻ എന്നറിയപ്പെടുന്ന ബൊനവെന്തൂരായുടെ വാക്കുകളാണ്. ഈ സെറാഫിക് പണ്ഡിതൻ എന്ന് പറഞ്ഞ അർത്ഥം മാലാഹയ്ക്കെടുത്ത പാണ്ഡിത്യമുള്ളവനാണ്. മാലാഹയ്ക്കെടുത്ത അത്രമാത്രം ദൈവിക രഹസ്യങ്ങളെപ്പറ്റി ആഴത്തിൽ അറിവുണ്ടായിരുന്ന സെയിന്റ് ബൊനവെൻച്ചർ പറയുകയാണ്, ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് അവിരാമം മാലാഹമാർ സ്തുതിക്കുന്ന സ്വരത്തോടൊപ്പം ഞാൻ മറ്റൊരു സ്വരവും കൂടെ കേട്ടു. അതിങ്ങനെയാണ്, പരിശുദ്ധ 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 ദൈവമാതാവ് പരിശുദ്ധ. ഇതൊക്കെ നമ്മളോടൊരു കാര്യം ചോദിക്കുകയാണ്, ഇത്ര മഹത്വപൂർണയായ ഇവൾ ആരാണ്? എന്താണ് ഇത്ര വലിയ ഒരു സ്ഥാനം? അതേപ്പറ്റി നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. രണ്ടാം വത്തിക്കാൻ സുവർണദിവസിന്റെ തിരുസഭയിലെ പ്രമാണ്ടഹയുടെ 56-ലും 66-ലും ഉള്ള ഓരോ വാചകം ഞാൻ വായിച്ചു കേൾപ്പിക്കുക. അതിങ്ങനെയാണ്: ഈശോയുടെ അമ്മയിൽ സർവാതിശയായ വിധം കൃപകളുടെ പൂർണ്ണത അന്വർത്ഥമായി. അവൾ എല്ലാറ്റിനെയും നവീകരിക്കുന്ന ജീവനെ തന്നെ ലോകത്തിന് സമൃദ്ധമായി നൽകി. ഇത്ര വലിയ ദൗത്യത്തിന് അനുരൂപമായ വരങ്ങൾ കൊണ്ട് അവൾ ദൈവത്താൽ സമ്പന്നയാക്കപ്പെട്ടു. ഇത് 56-ാം ഖണ്ഡികയുടെ ആരംഭത്തിലാണ്. 66-ാം ഖണ്ഡികയിലും പറയുന്നത് ഇക്കാര്യം പ്രത്യേകം പറയുകയാണ്: ദൈവപുത്രൻ കഴിഞ്ഞാൽ എല്ലാ മാലാഖമാരിലും മനുഷ്യരിലും ഉപരിയായി ദൈവകൃപയാൽ ഉയർത്തപ്പെട്ട മറിയത്തെ ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധയായ മാതാവും മിശിഹായുടെ രഹസ്യങ്ങളിൽ പങ്കുകാരിയും എന്ന നിലയിൽ വിശേഷ വണക്കത്താൽ സഭ സന്യായം ബഹുമാനിക്കുന്നു. അസാധാരണമായൊരു വണക്കം, വളരെ സവിശേഷമായ ഒരു വണക്കം ആണ് തിരുസഭ മറിയത്തിന് നൽകാൻ കടപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ ഈ വണക്കം എന്ന വാക്കിനെ പറ്റി അല്പം പറയേണ്ടതായിട്ടുണ്ട്. എന്താണ് വണക്കം? വണക്കമാസം കേട്ടിട്ടുണ്ടാകും അല്ലേ? വണക്കം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ വെനറേഷൻ എന്ന വാക്കാ ഉപയോഗിക്കും. വെനറേഷൻ ലത്തീനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡൂളിയ എന്നാണ്. സൃഷ്ടമായ ഒരു വ്യക്തിത്വത്തിൻ്റെ മഹത്വത്തിന് ഉചിതമായ അംഗീകാരം.
സൃഷ്ടികളിൽ എല്ലാ സൃഷ്ടികളിലും വെച്ച് ചിലർക്ക് ചില പ്രത്യേകത. ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്, 50 കുട്ടികൾ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നു, പക്ഷേ ഒരു കുട്ടിക്ക് റാങ്ക് കിട്ടുന്നു. അവന് പ്രത്യേക വണക്കാവശ്യമുള്ള ആളാണ്. 50 പേരും ഒരേ പോർഷനാണ് പഠിച്ചത്, പക്ഷേ ഈ ഒരു കുട്ടി കഠിനമായി അധ്വാനിച്ച് പഠനത്തിന് വലിയ സ്ഥാനം കൊടുത്ത് പരിശ്രമിച്ചത് കൊണ്ട് അവന് റാങ്ക് കിട്ടിയിരിക്കുക. അവനൊരു പ്രത്യേക അംഗീകാരത്തിന് അർഹതയുണ്ട്. അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ മികവ് കാണിക്കുന്നവരെ രാഷ്ട്രം തന്നെയും ചിലപ്പോൾ ലോകം തന്നെയും അംഗീകരിക്കും. അപ്പോൾ വണക്കം എന്ന വാക്കിനർത്ഥം സൃഷ്ടികൾക്ക് അർഹമായ പ്രത്യേകമായ അംഗീകാരമാണ്. ഇനി സഭയിൽ വിശുദ്ധരെ വണങ്ങുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. വിശുദ്ധരെ വണങ്ങുകയാണ് ചെയ്യുന്നത്. എന്താണ് ഇതിനർത്ഥം? എന്താണ് വിശുദ്ധർ കാണിച്ച മികവ്? യേശുക്രിസ്തുവിനെ അനുകരിക്കുക എന്നത് അവർ ജീവിത ലക്ഷ്യമാക്കി. ഒരു മനുഷ്യന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് യേശുവിനോട് അങ്ങേയറ്റം അനുരൂപപ്പെട്ടു. യേശു ദൈവവും മനുഷ്യനുമാണ്, നമ്മൾ വെറും മനുഷ്യരുമാണ്. അതുകൊണ്ട് നമുക്ക് യേശുവിനെ പോലെ പൂർണ്ണമായി എല്ലാ അർത്ഥത്തിലും അനുരൂപരാകാൻ സാധ്യമല്ല. നമ്മുടെ മാനുഷികമായ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് യേശുവിന് അനുരൂപരാകാൻ സാധിക്കുന്നിടത്തോളം അനുരൂപരാകുന്നു. അവർക്ക് ഈ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്നതിനേക്കാൾ വലിയ കാര്യമാണ്. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്നതിനേക്കാളും വളരെ ഉന്നതമായ കാര്യമാണ് മാനുഷിക ദൗർബല്യങ്ങളോട് നിരന്തരം യുദ്ധം ചെയ്തും പാപസാധ്യതകളെല്ലാം വലിച്ചെറിഞ്ഞും ഒരു ദിവസം ഒരു നിമിഷമല്ല, ജീവിതം മുഴുവനും അങ്ങനെ ഒരു ആത്മീയ സമരം ചെയ്ത് സുഹൃത സമ്പന്നമായ ജീവിതം നയിച്ച വ്യക്തി തീർച്ചയായും വണങ്ങപ്പെടണം. അതാണ് വിശുദ്ധർക്കുള്ള വണക്കത്തിൻ്റെ കാരണം. അന്തോണിസ് പുണ്യാളനായാലും യോസേപ്പ് പിതാവ് ഉൾപ്പെടെ വണക്കമാണ് കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വേറൊരു വണക്കമുണ്ട്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡൂളിയ അല്ല. സാധാരണ വിസ്തർക്കുള്ള വണക്കത്തിന് ലത്തീനിൽ ഉപയോഗിച്ച വാക്ക് ഡൂളിയ ആണെങ്കിൽ, ഇംഗ്ലീഷിൽ വെനറേഷൻ ആണെങ്കിൽ, ദൈവത്തിന് മാത്രം കൊടുക്കുന്ന വണക്കത്തിൻ്റെ ലെവല് വേറെയാണ്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ലാത്രിയ എന്നാണ്. ലാത്രിയ. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അഡോറേഷൻ, വർഷിപ്പ്. മലയാള ഭാഷയിൽ നമ്മൾ പറയുന്നത് എന്താണ്? ആരാധന. എന്താണ് ആരാധന എന്നതിനർത്ഥം? ദൈവത്തിന് മാത്രം അർഹിക്കുന്ന വണക്കം. അതും വണക്കം തന്നെയാണ്, പക്ഷെ ദൈവത്തിന് മാത്രം അർഹതപ്പെട്ട വണക്കത്തിനെയാണ് ആരാധന എന്ന് പറയുന്നത്. സർവത്തിൻ്റെയും പരമാധികാരിയായ ദൈവത്തിൻ്റെ മഹിമയ്ക്ക് മുമ്പിലുള്ള വിധേയത്വവും ആശ്രയത്വവുമാണ്. സകലത്തിൻ്റെയും പരമാധികാരിയായ ദൈവത്തിൻ്റെ മുമ്പിൽ സൃഷ്ടി അനിവാര്യമായും അർപ്പിക്കേണ്ട വിധേയത്വവും ആശ്രയത്വവുമാണ്. അതുകൊണ്ട് സൃഷ്ടികളെല്ലാം ദൈവത്തെ ആരാധിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. വിശുദ്ധരെ ആകട്ടെ വണങ്ങാൻ മാത്രം. വിശുദ്ധരെ ആരാധിക്കുന്നത് വലിയ തെറ്റാണ്, തെറ്റായ രീതിയാണത്. വിശുദ്ധരെ വണങ്ങാം, പക്ഷെ ദൈവത്തെ ആരാധിക്കണം. ഇനി കന്യകാമാതാവിൻ്റെ കാര്യത്തിൽ ഇത് രണ്ടും പ്രസക്തമല്ല. ക്രിസ്തുവിനെ അനുകരിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ വിശുദ്ധർക്ക് നൽകുന്ന വണക്കം തികയാതെ വരും, പോരാ. പരിശുദ്ധ മറിയം സകല വിശുദ്ധരുടെയും രാജ്ഞിയാണ്, സകല മാലാഖമാരുടെയും മുകളിൽ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് സാധാരണ വിശുദ്ധർക്ക് നൽകുന്ന വണക്കം സഭ മറിയത്തിന് കൊടുക്കാൻ മടിക്കുന്നു, പോരെന്നാണ് സഭയുടെ ബോധ്യം. എന്നാൽ ദൈവത്തിന് നൽകേണ്ട ആരാധന
നൽകാനും പാടില്ല. കാരണം മറിയം ദൈവമല്ല, മനുഷ്യ വ്യക്തിയാണ്. ദൈവത്തിന് മാത്രമുള്ള ആരാധനയേക്കാൾ അതേസമയം വിസ്തർക്ക് കൊടുക്കുന്ന വണക്കത്തെക്കാളും ഉന്നതമായ ഒരു പ്രത്യേക വണക്കമുണ്ട്. ദൈവത്തിന് നൽകുന്ന ആരാധനയ്ക്ക് താഴെ നിൽക്കണം, വിസ്തർക്ക് കൊടുക്കുന്ന വണക്കത്തിന് മുകളിൽ നിൽക്കണം. ആ ഇടവിധാനത്തിൽ വേറൊരു വണക്കമുണ്ട്. അതാണ് പാടിയത്. പാട്ടിൽ നിങ്ങൾ ഇനി പാടുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഈ ദൈവശാസ്ത്രം വെച്ച് എഴുതിയുണ്ടാക്കിയ പാട്ടാണത്. അതിന് ഹൈപ്പർ ഡൂളിയ എന്നാണ് പറയുന്നത്. ഹൈപ്പർ ഡൂളിയ, ഹൈപ്പർ മാർക്കറ്റ് എന്ന് കേട്ടിട്ടില്ലേ? സൂപ്പർ മാർക്കറ്റിനേക്കാൾ വലുതാണ് ഹൈപ്പർ മാർക്കറ്റ് അല്ലേ? ഹൈപ്പർ ഡൂളിയ സാധാരണ വണക്കമല്ല, ഉന്നതമായ വണക്കം. അതാണല്ലോ നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. കത്തോലിക്കാ സഭയുടെ ഏറ്റവും ആധികാരികമായ രേഖകളിലൊന്നാണ് രണ്ടാം വത്തിക്കാൻ സുവർണ്ണദോസിൻ്റെ രേഖ. നമ്മളിപ്പോൾ വായിച്ചു കേട്ടതാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവപുത്രൻ കഴിഞ്ഞാൽ എല്ലാ മാലാഖമാരിലും മനുഷ്യരിലും ഉപരിയായി ദൈവകൃപയാൽ ഉയർത്തപ്പെട്ട മറിയത്തെ ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധയായ മാതാവും മിശിഹായുടെ രഹസ്യങ്ങൾ പങ്കുകാരിയും എന്ന നിലയിൽ വിശേഷ വണക്കത്താൽ സഭ സന്നിയായും ബഹുമാനിക്കുന്നു. അപ്പോൾ കോടാനുകോടി മാലാഖമാർ സ്വർഗത്തിൽ കണ്ടേക്കും. അവിടെ ചെല്ലുമ്പോൾ അറിയാം, എന്നെ നോക്കാൻ പറ്റുമായിരിക്കും അല്ലേ? സഭ വിശുദ്ധരെന്ന് പേര് വിളിച്ചവരെ 10,000 താഴെ ഉള്ളൂ. പക്ഷേ ലക്ഷക്കണക്കിന് വിശുദ്ധരും കാണും സഭ. ഇവർക്കെല്ലാവർക്കും ഒരുമിച്ചുള്ള മഹത്വത്തെക്കാളും വലിയ മഹത്വമാണ് മാതാവിൻ്റെ മഹത്വം. പക്ഷെ ദൈവത്തിൻ്റെ ആ നിലയിലേക്ക് എത്താനും പാടില്ല. കാരണം അവൾ ദൈവമല്ല, സൃഷ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വാക്യമല്ലേ, ഇന്ന് മുതൽ സകല തലമുറകളും. ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെ എളിമയുടെ മൂർത്തിരൂപമാണ് മറിയം. ഭൂമിയിൽ ഇത്രയും എളിമയുള്ള ഒരാൾ ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. എളിമ ഈസ് ഈക്വൽ ടു മേരി എന്ന് വേണമെങ്കിൽ പറയാം. ആ ആള് പറയാ, മാതാവ് ആരാന്നറിയാത്തവർ ഇത് വായിച്ചിട്ട് അഹങ്കാരിയാണെന്ന് പറഞ്ഞു പോകും ചിലപ്പോൾ. വേണമെങ്കിൽ നമ്മളിലും പറയാൻ തീർച്ചയായിട്ടും അഹങ്കാരം. അത് മാതാവ് പറയാണ്, ഇന്ന് മുതൽ ലോകാന്ത്യം വരെയുള്ള മുഴുവൻ മനുഷ്യരും എന്നെയാണ് ഭാഗ്യവതി എന്ന് വിളിക്കാൻ പോകുന്നത്. ഈ ദൈവിക രഹസ്യം മാതാവ് തന്നെ വെളിപ്പെടുത്തുകയാണ്. വീണ്ടും നമുക്ക് എവിടെയുണ്ട്? ശക്തനായും എനിക്ക് വലിയ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഠിപ്പിക്കുകയാണ്, ദൈവപുത്രൻ കഴിഞ്ഞാൽ എല്ലാ മാലാഖമാരിലും മനുഷ്യരിലും ഉപരിയായി ദൈവകൃപയാൽ ഉയർത്തപ്പെട്ട മറിയം. എല്ലാ മാലാഖമാരിലും മനുഷ്യരിലും ഉപരിയായി ഉയർത്തപ്പെട്ടവൾ. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഈ ചില ചിത്രങ്ങൾ കണ്ടിട്ടില്ലേ, ഗബ്രിയേൽ മാലാഖ മാതാവിൻ്റെ മുമ്പിൽ അഡ്രസ് ചെയ്യാൻ നിൽക്കുന്നത്. നമ്മൾ വേണം ഇങ്ങനെയൊക്കെ ഇന്ന് പ്രാർത്ഥികൾ നന്മ പറയുന്നത് പ്രാർത്ഥിച്ചു കളയും. പക്ഷേ ഗബ്രിയേൽ മാലാഖ പേടിച്ച് വിറച്ച് അരണ്ടാ നിൽക്കുന്നത്. കാരണം ഗബ്രിയേൽ മാലാഖയ്ക്ക് അറിയാം ഈ നിൽക്കുന്ന മറിയ ആരാ, നമുക്കൊരു അറിയത്തില്ല. അതാ പ്രശ്നം. ഗബ്രിയേൽ മാലാഖ കൃത്യമായിട്ട് അറിയാം മാതാവ് ആരാന്നുള്ളത്. അതുകൊണ്ട് ഗബ്രിയേൽ മാലാഖ വിറക്കിയ. മിഖായേൽ മാലാഖ ഇവർ പറയുന്നത്, മിഖായേൽ മാതാവിന് മുന്നിൽ വിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തെങ്കിലും ഓർഡർ തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ഞങ്ങളോടുള്ള ബഹുമാനമാണല്ലോ. ഒരു മാതാവിൻ്റെ നിന്നൊരു ഓർഡർ കിട്ടി, അത് പ്രവർത്തിക്കുന്നില്ല. മിഖായേൽ മാലാഖ ചാൻസ് നോക്കി നിൽക്കുകയെന്ന് പറയും. ആരാ? നരകത്തെ മുഴുവൻ വിറപ്പിച്ചവനാണ് മിഖായേൽ മാലാഖ. നരകത്തെ തറ പറ്റിച്ച് മിഖായേൽ മാലാഖ പോലും മാതാവിൻ്റെ മുമ്പിൽ ഒച്ചാനിച്ച് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അല്ല, ഈശോ എന്താ ചെയ്തത്? 31 വയസ്സ് വരെ എന്താ? ഭൂമിയിൽ ഒരു മനുഷ്യൻ 31 വയസ്സ് വരെ അമ്മയുടെ കീഴിൽ നിൽക്കാൻ പോകുന്നില്ല. അപ്പോൾ പരിശുദ്ധ ദൈവമാതാവിന് നമ്മളാരും ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട. ദൈവം കൊടുത്തിട്ടുണ്ട് ഉന്നതമായ സ്ഥാനം. അതൊന്ന് അംഗീകരിച്ചാൽ മാത്രം മതി, അതൊന്ന് അറിഞ്ഞാൽ മാത്രം മതി.
നമ്മുടേതായ വേറെ കോൺട്രിബ്യൂഷൻ ഒന്നും വേണ്ട. മാതാവിൻ്റെ മഹത്വം കൂട്ടാൻ വേണ്ടി കുറച്ച് കൂടുതൽ വെച്ചുകൊണ്ട് മാതാവിനും കൂടാൻ പോകുന്നില്ല. 10 തിരി കൂടുതൽ കത്തിച്ചുകൊണ്ടും മാതാവിൻ്റെ വണക്കൊന്നും മാതാവിന് വളരെ ഉണ്ടല്ല. നമ്മളത് അറിഞ്ഞ് പ്രവർത്തിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഈ മാലാഖമാര്, സെയിന്റ് ബൊനവെഞ്ചർ പറഞ്ഞ വാക്ക് വീണ്ടും ഓർക്കുക, മാലാഖമാര് നിത്യകാലം മുഴുവനും നിർത്താതെ പരിശുദ്ധ 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 ദൈവമാതാവ് പരിശുദ്ധ എന്ന് പരിശുദ്ധ ത്രിത്വത്തിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയണമെങ്കിൽ കാര്യമുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ആഗ്രഹവും എളിമയും നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അപ്പോൾ പരിശുദ്ധ മറിയത്തിന് നൽകുന്ന ആ പ്രത്യേക വണക്കം പരിശുദ്ധ ത്രിത്വത്തിന് നൽകുന്ന ആരാധനയ്ക്ക് താഴെ നിൽക്കണം. പരിശുദ്ധ ത്രിത്വത്തിന് നൽകുന്ന ആരാധനയ്ക്ക് താഴെ ആയിരിക്കണം, കീഴെ ആയിരിക്കണം മാതാവിനുള്ള ഭക്തി. അതേസമയം തന്നെ മുഴുവൻ മാലാഖമാർക്കും സകല വിശുദ്ധർക്കും നൽകുന്നതിനേക്കാളും ഉന്നതവുമായിരിക്കണം. ഇത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിൽ വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇനി ഈ മാതാവിൻ്റെ ഉന്നത വണക്കത്തിനുള്ള 3 കാരണങ്ങൾ വിശദീകരിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് തിരുസഭ സംശയരഹിതമായി കന്യകാമറിയം ഉന്നത വണക്കത്തിന് യോഗ്യയാണെന്ന് പഠിപ്പിക്കുന്നു? ഒന്നാമത്തെ കാരണം, പ്രസാദപരങ്ങളുടെ പൂർണ്ണത ദൈവം പരിശുദ്ധ കന്യകാമറിയത്തിന് നൽകി അനുഗ്രഹിച്ചു. പ്രസാദപരത്തിൻ്റെ പൂർണ്ണത. പ്രസാദപരം എന്താണെന്ന് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു. പ്രസാദപര ജീവൻ എന്ന് പറയുന്നത് ദൈവിക ജീവൻ തന്നെയാണ്. ദൈവവുമായുള്ള ഗാഢ ഐക്യമാണത്. ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, യേശുവാണ് എന്നിൽ ജീവിക്കുന്നത്. പൗലോസ്ലിയ പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് ഏറെക്കുറെ മനസ്സിലായേക്കുമായിരിക്കും. അതിനേക്കാൾക്ക് എത്രയോ അഗാധമായ അർത്ഥത്തിലാണ് മറിയത്തിന് പറയാൻ കഴിയുക. പരിശുദ്ധ മറിയത്തെ എത്ര ധൈര്യത്തോടെയാണ് മാലാഖ പേര് പറയണതിന് പകരം ഒരു 2ാം പേര് പോലെയാണ് മറിയത്തെ വിളിച്ചത്. ദൈവകൃപ നിറഞ്ഞവളെ. മേരി എന്ന് സംബോധന ചെയ്യുന്നതിന് പകരം ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ് മാലാഖ സംബോധന ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കന്യകാമറിയം ദൈവകൃപ നിറവിൻ്റെ അവതാരം തന്നെ. ദൈവകൃപ ഒരു മനുഷ്യനിൽ എത്രമാത്രം നിറയാൻ കഴിയുമോ അതതിൻ്റെ പൂർണ്ണതയിൽ അവൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പം നമ്മൾ ഈ പ്രാർത്ഥന സ്വർഗത്തിൻ്റെ പ്രാർത്ഥനയാണത്. സ്വർഗമാണ് ആ പ്രാർത്ഥന ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലെ ഓരോ വാക്കിൻ്റെയും കുത്തിൻ്റെയും പുള്ളിയുടെയും അർത്ഥം സ്വർഗത്തിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ, അല്ല കൃപ നിറഞ്ഞ മറിയമേ എന്ന് നമ്മൾ ഉരുവിടുമ്പോൾ ഈ തിരിച്ചറിവോടെ വേണം നമ്മൾ പറയാൻ. പ്രസാദപര പൂർണ്ണത എന്നതിന് 2 വശമുണ്ട്. ഒന്ന്, മൂലപാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് പൂർണ്ണമായി മുക്ത. 2, ദൈവ ഐക്യത്തിൻ്റെ പൂർണ്ണത. അപ്പോൾ മൂലഭാവം ഇല്ലാത്തൊരവസ്ഥ, അതൊരു നെഗറ്റീവായിട്ടുള്ള പ്രസൻറ്റേഷനാണ്. മൂലഭാവത്തിൻ്റെ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ട്. എന്താണ്
3 പാപച്ചായ്വുകൾ. അതാണ് മൂലപാപത്തിൻ്റെ പ്രത്യേകത. അതാ 3 തരത്തിലുള്ള പാപച്ചായ്വുകളാണ്. ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. ഈ 3 പാപ ആസക്തികളിൽ നിന്ന് പരിശുദ്ധ ദൈവമാതാവ് പൂർണ്ണമായും എപ്പോൾ സംരക്ഷിക്കപ്പെട്ടു? ഉത്ഭവത്തിൽ തന്നെ സംരക്ഷിക്കപ്പെട്ടു. അതാണ് മൂലപാപത്തിൽ നിന്ന് വിമുക്ത എന്നതിനർത്ഥം. അതോടൊപ്പം തന്നെ പരിശുദ്ധ ദൈവമാതാവിൽ ദൈവിക ജീവൻ പൂർണ്ണമായി നിറഞ്ഞു കവിഞ്ഞിരുന്നു. അപ്പോൾ മൂലപാപത്തിൽ നിന്ന് മുക്തരാക്കപ്പെട്ടുണ്ട് ചില വിശുദ്ധർ. ഉദാഹരണം വിശുദ്ധ ശാവയോഹന്നാൻ. അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ പരിശുദ്ധാരൂപയാൽ വിശുദ്ധീകരിക്കപ്പെട്ടതാണ്. ശാവയോഹന്നാൻ ജനിച്ചപ്പോൾ മൂലപാപത്തിന്റെ സ്വാധീനമില്ലാതെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ പ്രസാദപരപൂർണ്ണത ഉണ്ടായിരുന്നില്ല. നമ്മളും മാമോദീസ വഴിയായി മൂലപാപത്തിന്റെ ബന്ധത്തെ വിടുതൽ പ്രാപിച്ചവരാണ്. പക്ഷെ നമ്മളും പാപം ചെയ്യുന്നുണ്ട്. അപ്പൊ കന്യകാമറിയം മൂലപാപത്തിൽ നിന്ന് മോചിതയാകുക മാത്രമാണെന്ന് പറഞ്ഞാൽ പൂർണ്ണമാകുകയില്ല. അതുകൊണ്ട് സഭ പഠിപ്പിക്കുകയാണ്, മൂലപാപത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് മോചിതയായതോടൊപ്പം പ്ലസ് ദൈവിക ജീവന്റെ പൂർണ്ണതയും അവളിലുണ്ട്. അതുകൊണ്ടാണ് മിശിഹായി ഗർഭം ധരിക്കുന്നതിന് മുമ്പ് തന്നെ മാലാഖ മറിയത്തെ വിളിക്കുന്നത് ഹെയിൽ ഫുൾ ഓഫ് ഗ്രേസ്. ഗ്രീക്ക് ഭാഷയിൽ കച്ചുരത്വമിനെ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് എന്നും യേശുവിനെ ഗർഭം ധരിക്കുന്നതിന് മുൻപും യേശുവിനെ ഗർഭം ധരിക്കുമ്പോഴും അന്ത്യശ്വാസം വരെയും പ്രസാദവരം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞവൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. മുഖത്ത് സന്തോഷം കാണുന്നില്ലല്ലോ ഇത് കേട്ടിട്ട്. ആരാ എൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ച് നമുക്ക് എന്നതല്ല. നമ്മുടെ അമ്മയെ പറ്റിയേ പറയണ്ടത്. നമ്മുടെ സ്വന്തം അമ്മയ്ക്ക് ഒരു അവാർഡ് കിട്ടുന്ന പറയുമ്പോൾ നമുക്ക് ചിരിക്കുകയായിരുന്നുണ്ട്. വേറെ അവാർഡ്, അത് കിട്ടിയോ, അതുപോലെ സന്തോഷം കാണുന്നില്ല മുഖത്ത് നോക്കിയിട്ട്. പ്രൈസ് ദി ലോർഡ്. പല അവാർഡുകളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. അപ്പോൾ മൂലപാപത്തിൽ നിന്നുള്ള മാതാവിൻ്റെ മോചനത്തെ പറ്റി വേറൊരു വാക്കിൽ പറഞ്ഞായിരുന്നു ഇന്നലെ. എന്താണ് മാതാവ്? ഉത്ഭവത്തിൽ തന്നെ അമലോത്ഭവം അല്ലേ പറഞ്ഞില്ലേ? അമലോത്ഭവം. അതേപ്പറ്റി 9-ാം പീസ് മാർപ്പാപ്പയാണ് മാതാവിൻ്റെ അമലോത്ഭവം വിശ്വാസത്തിനെ പ്രഖ്യാപിച്ച 9-ാം പീസ് മാർപ്പാപ്പയാണ്. അദ്ദേഹം അവർണ്ണനീയനായ ദൈവം എന്ന തിരുവെഴുത്തിൽ ഉപയോഗിച്ച വാക്കുകൾ എങ്ങനെയാണ്? മാതാവിൻ്റെ ജനനം അസാധാരണവും അത്ഭുതകരവും ഉയർന്ന തോതിൽ പരിശുദ്ധവും മറ്റെല്ലാ മനുഷ്യരുടെയും ഉത്ഭവത്തിൽ നിന്നും വ്യത്യസ്തവുമാണ്. കന്യാമറിയത്തിന്റെ ഉത്ഭവം അസാധാരണവും അത്ഭുതകരവും ഉയർന്ന തോതിൽ പരിശുദ്ധവും മറ്റെല്ലാ മനുഷ്യരുടെയും ഉത്ഭവത്തിൽ നിന്നും വ്യത്യസ്തവുമാണ്. അപ്പോൾ മാതാവിന് ഉന്നത വണക്കുന്ന ഒന്നാമത്തെ കാരണം നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്താണ്? മാതാവ് മാത്രമാണ് ഭൂമിയിൽ സൃഷ്ടികളിൽ പ്രസാദപര പൂർണ്ണതയുള്ള ഏക വ്യക്തി. അതിൻ്റെ അർത്ഥം രണ്ടർത്ഥമാണ്. ഒന്ന്, മൂലപാപത്തിൻ്റെ കെടുതികളിൽ നിന്ന് പൂർണ്ണ വിമുക്തയാണ്. ഒപ്പം ദൈവിക ജീവന്റെ സമൃദ്ധമായ നിറവുള്ളവളുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രണ്ടാമത്തെ അർത്ഥം അത് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. കുറച്ച് ശ്രദ്ധയോടെ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ അർത്ഥം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യവുമായി ബന്ധപ്പെട്ടതാണ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യം എന്താണ് നമ്മൾ മനസ്സിലാക്കി പറഞ്ഞു തരുന്നത്? ക്രൈസ്തവ കാഴ്ചപ്പാടിൽ ദൈവം ഏകനല്ല. ദൈവം ഒന്നേയുള്ളൂ, പക്ഷെ ദൈവം ത്രിത്വമാണ്. ഏകദൈവ വിശ്വാസമുള്ള ഒരുപാട് മതങ്ങൾ ലോകത്തിലുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും അറിയാൻ പാടില്ലാത്തൊരു രഹസ്യം ക്രിസ്തു മതത്തിൽ വെളിപ്പെടുത്തിപ്പെട്ടിട്ടുണ്ട്. എന്താണത്? ദൈവം ഏകനല്ല,
ദൈവം ഏകമാണ്, ഒന്നേ ഉള്ളൂ, പക്ഷേ ദൈവം ത്രിത്വമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഒന്നാമത്തെ ആൾ പിതാവ്, രണ്ടാമത്തെ ആൾ പുത്രൻ, മൂന്നാമത്തെ ആൾ പരിശുദ്ധാത്മാവ്. ഈ രണ്ടാമത്തെ ആൾ ദൈവമാണ്, ദൈവിക വ്യക്തിയാണ്. രണ്ടാമത്തെ ആൾ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യ അവതാരം ചെയ്തു. മനുഷ്യ അവതാരം ചെയ്തു എന്നതിനർത്ഥം മനുഷ്യനായി തീർന്നു. ദൈവം മനുഷ്യനായി തീർന്നു. തീർത്തും അസംഭവ്യമായ കാര്യം. ദൈവം മനുഷ്യനായി തീരുക തീർത്തും അസാധ്യമായ കാര്യം. പക്ഷെ അത് മറിയത്തിലൂടെ സംഭവിച്ചു. ദൈവം മനുഷ്യനാകുക എന്നത് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്തൊരു കാര്യം. പ്രകൃതി നിയമം അനുസരിച്ച് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം. പക്ഷേ മറിയത്തിലൂടെ അതും സംഭവിച്ചു. എന്താ സംഭവിച്ചത്? അവിടെ പുത്രൻ തമ്പുരാന്റെ ദൈവപ്രകൃതിയും അല്ലെങ്കിൽ ദൈവ സ്വഭാവവും കന്യകാമറിയത്തിൽ നിന്നും സ്വീകരിച്ച മനുഷ്യപ്രകൃതിയും മറിയത്തിൻ്റെ ഉദരത്തിൽ വെച്ച് ഒന്നായി യേശുവായി മാറി. ഇത് നമ്മുടെ ബുദ്ധിക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലായേക്കും. ഒരു നല്ല ഒരു ചെടി വാങ്ങിച്ച് നമ്മൾ കൊണ്ടുവരികയാണെന്ന് വിചാരിക്കുക. നമ്മുടെ തോട്ടത്തിൽ കൊണ്ട് വെച്ചു. അതേ ചെടി തൊട്ടടുത്ത വേറെ തോട്ടത്തിൽ വെച്ചു. ആദ്യത്തെ തോട്ടത്തിൽ വെച്ച ചെടി കുറച്ച് കഴിഞ്ഞപ്പോൾ കരിഞ്ഞുപോയി. മറ്റേ തോട്ടത്തിൽ വെച്ചത് നന്നായിട്ട് പിടിച്ച് കയറി വന്നു. എന്തായിരിക്കും കാരണം? ആദ്യത്തെ തോട്ടത്തിലെ മണ്ണിൻ്റെ പ്രശ്നമാണ്. ആ ചെടിയെ വളർത്തി കൊണ്ടുവരാൻ അനുകൂലമായ സാഹചര്യം രണ്ടാമത്തെ തോട്ടത്തിലുണ്ട്. ആദ്യത്തെ തോട്ടത്തിൽ ഇതില്ല. ഒരേ സ്ഥലത്തു നിന്ന് വാങ്ങിച്ച ചെടി ഒരേ ഗുണനിലവാരമുള്ളതാണ്, ഒരേ ടൈപ്പാണ്, പക്ഷേ രണ്ടിടത്ത് രണ്ട് ഫലമാണ്. കന്യകാമറിയം എന്ന് പറയുന്ന വിശിഷ്ട മണ്ണിൽ മാത്രം വിളഞ്ഞൊരു ഫലമാണിത്, ദൈവത്തിൻ്റെ മനുഷ്യാവതാരം. പുത്രൻ തമ്പുരാന്റെ ദൈവിക പ്രകൃതിയും കന്യകാമറിയത്തിൻ്റെ മനുഷ്യപ്രകൃതിയും കൂടെ ചേർന്ന് ദൈവം പുത്രൻ ഭൂമിയിൽ അവതരിക്കുകയാണ്. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്നൊക്കെ പറയുന്ന ആ വാക്കുകൾ നിങ്ങൾക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാതിരിക്കുന്നതാണ്. ഇവിടെ ഒരു മഹാത്ഭുതങ്ങൾ വെച്ച് മഹാത്ഭുതം. അതുകൊണ്ട് നമ്മൾ ഈശോയെ പറ്റി എന്താ മനസ്സിലാക്കുന്നത്? ഈശോ ഒരേ സമയം ദൈവവും ഒരേ സമയം മനുഷ്യനും. അതെങ്ങനെ സാധിക്കും? യേശുവിൻ്റെ ഉത്ഭവത്തിനും ജനനത്തിനും മനുഷ്യ പങ്കില്ല, യോസേപ്പ് പിതാവിൻ്റെ പങ്കില്ല. യേശുവിനും മനുഷ്യപ്രകൃതി കൊടുത്തതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും അറിയാൻ മാത്രമാണ്. അതെങ്ങനത്തെ മനുഷ്യപ്രകൃതിയാ? ദൈവപ്രകൃതിക്ക് ചേർന്ന മനുഷ്യപ്രകൃതി. പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ ആ പരിശുദ്ധ പ്രകൃതിക്ക് ചേർന്ന ഒരു മനുഷ്യപ്രകൃതി പരിശുദ്ധ മാതാവ് സമ്മാനിച്ചു. അതുകൊണ്ട് മാതാവിന് സഭ ഉന്നത വണക്കം നൽകാനുള്ള ആദ്യത്തെ കാരണം എന്തായിരുന്നു? പ്രസാദപരത്തിൻ്റെ പൂർണ്ണത. രണ്ടാമത്തെ കാരണം ദൈവം മനുഷ്യനാകാൻ കാരണക്കാരി അവളാണ്. ദൈവം മനുഷ്യനായാൽ മാത്രമേ മനുഷ്യരക്ഷാകർമ്മം നടത്താൻ പറ്റുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ദൈവം അനാദിയിൽ തന്നെ മറിയത്തെ ഹൃദയത്തിൽ സ്വപ്നം കണ്ടിട്ടുണ്ട്.
ഇന്നലെ സൂചിപ്പിച്ചതുപോലെ യോവാക്യമിൻ്റെയും അന്നായുടെയും സാധാരണ ദാമ്പത്യ ബന്ധത്തിൻ്റെ ഫലമായിട്ടാണ് കന്യാമാതാവ് ജനിച്ചതെങ്കിലും മറ്റൊരു സൃഷ്ടിയുടെയും കാര്യത്തിൽ കാണിക്കാത്തൊരു പ്രത്യേക ഇടപെടൽ ദൈവം കാണിച്ചിട്ടുണ്ട് മറിയത്തിൻ്റെ കാര്യത്തിൽ. പുത്രൻ തമ്പുരാന് മനുഷ്യപ്രകൃതി ഭാവിയിൽ നൽകേണ്ടവളാണ്. പുത്രൻ തമ്പുരാന് മനുഷ്യപ്രകൃതി ഭാവിയിൽ നൽകേണ്ടവളാണെന്ന ഉദ്ദേശം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ദൈവം കന്യകാമറിയത്തെ ജന്മം കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ആർക്കും ഒരിക്കലും ഇല്ലാത്തൊരു സ്ഥാനമാണ്. അത് ആവർത്തിക്കുകയുമില്ല ആ ഒരു പദവി. അതൊരു കന്യകാമറിയം ഉന്നത വണക്കത്തിന് തീർച്ചയായും അർഹയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇനി മൂന്നാമത്തെ പ്രധാന കാരണം, ഇതൊന്നും എൻ്റെ അഭിപ്രായമല്ല കേട്ടോ, ഇതെല്ലാം കത്തോലിക്ക ദൈവശാസ്ത്രം പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തെ കാരണം, ദൈവഹിതത്തോട് പൂർണ്ണമായി അനുസരിച്ചവൾ. ദൈവം ഒരു വര വരച്ചിട്ട് അതിനപ്പുറത്തേക്ക് മാതാവ് ഒരിക്കലും മാതാവിൻ്റെ നഖവും പോലും അങ്ങോട്ട് കയറിപ്പോയിട്ടില്ല. ഇവിടെ ഒന്നോളാം, അവിടെ ഒന്ന്. ദൈവത്തിൻ്റെ ആ സമ്പൂജ്യ ഇഷ്ടത്തിനെതിരായി ചിന്തിക്കാൻ പോലും മറിയം തുനിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് മംഗളവാർത്ത കേട്ടപ്പോൾ മാത്രമല്ല, പിന്നീട് അതിൻ്റെ എക്സ്റ്റൻഷൻ നടക്കുന്ന എവിടെയാ? മുഴുവനും കുരിശിൻ്റെ പാതയാ, മുഴുവനും കുരിശിൻ്റെ പാതയാ. അപ്പോൾ മുതൽ മാതാവ് സ്വർഗാരോപിതയാകുന്ന നിമിഷം വരെ കുരിശിൻ്റെ പാത മാത്രം, സഹനത്തിൻ്റെ പാത മാത്രം, അപമാനത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പാത മാത്രം. അവിടെയൊക്കെ പറയുന്ന ഇതാണ്, സന്തോഷത്തോടെ ലെറ്റ് ഇറ്റ് ബി ഡൺ അക്കോർഡിംഗ് ടു ദൈ വിൽ. എൻ്റെ ദൈവമേ, നിന്റെ ഹിതം സംഭവിക്കട്ടെ. അങ്ങനെ ദൈവഹിതത്തോട് എപ്പോഴും എല്ലായ്പ്പോഴും 100% വിധേയത്വം പുലർത്തിയ സൃഷ്ടി വേറെയില്ല. അതുകൊണ്ട് ദൈവത്തിന് മാതാവിനെ പറ്റി എന്തൊരു അഭിപ്രായം എന്നറിയാം. മാതാവിനെ കാണുമ്പോൾ ദൈവം ചിരിക്കും. മാതാവിനെ പറ്റി ദൈവത്തിന് ഭയങ്കര സന്തോഷം. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഈ പുള്ളി ചെയ്യും. കൽപ്പന മാത്രമല്ല, ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് അതേപടി പ്രവർത്തിക്കുന്നതാണ്. എനിക്ക് എന്തെല്ലാം നഷ്ടം വന്നാലും, എന്തെല്ലാം തരത്തിൽ വിഷമിക്കേണ്ടി വന്നാലും സാരമില്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ഇഷ്ടം. ഇതെല്ലാം ഈശോയും പറഞ്ഞു. മകനും അത് തന്നെ. ഈശോ എന്നാ പറഞ്ഞത്? പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റലാണ് എൻ്റെ ഇഡ്ഡലിയും ചമ്മന്തി ചപ്പാത്തിയും ചോറും കറിയല്ല. അത് രണ്ടുപേരും ഒരേ ടൈപ്പാ അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതം ഇത്രയും കുറച്ച് നാളത്തെ ജീവിതം കൊണ്ട് എന്തോരം മറുതലിപ്പ് നമ്മൾ നടത്തിയിട്ടുണ്ടാകും ദൈവത്തോട്, അല്ലേ? നമ്മുടെ ഇഷ്ടം പിടിച്ച് പറിച്ച് മേടിച്ചെടുക്കാൻ വേണ്ടി ദൈവത്തിന് നമ്മൾ സമരം ചെയ്യുന്നവരല്ലേ നമ്മൾ? ചിലത് 9 ദിവസത്തെ ഉപവാസം, 40 ദിവസം പച്ചവെള്ളം കുടിക്കാത്ത ഉപവാസം. എന്താ അറിയാം? ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയാ. ദൈവത്തെ പിടിച്ചു നിർത്തി ബലം പിടിച്ച് ഇടുതാ ഞാൻ മേടിച്ചെടുക്കും. ചില പിള്ളേർ വീട്ടിൽ കാണിക്കുന്നുണ്ടല്ലേ, വീട്ടിൽ ചില പിള്ളേർ, ചില കൊച്ചു പിള്ളേർ, നിങ്ങൾക്ക് അമ്മയുടെ ചോദിക്കും, അമ്മ കൊടുക്കുകയില്ല. അപ്പോൾ കൊച്ചെന്ത് ചെയ്യും? പറഞ്ഞേ, വലുതായി വന്ന കൊച്ചുങ്ങളൊക്കെ പറഞ്ഞേ, നല്ല വരിക നിലത്ത് കിടന്നിട്ട് ഉരുളും. ഒരു കരച്ചിലങ്ങ് പണി അപ്പോഴും നിർത്താതെ കൊള്ളുത്തുകാരെ പോലെ കൊണ്ട് തുടങ്ങും. നിലത്ത് കിടന്നങ്ങ് ഉരുളും.
അവസാനം അമ്മയ്ക്കും അപ്പനും ഗതി കെട്ടിട്ട് അങ്ങോട്ട് കൊടുക്കും. ഇഷ്ടമായിട്ടാണോ? അല്ല, ഇഷ്ടമായിട്ടല്ല. നിവർത്തികേട് കൊണ്ട് ശല്യം മുഴിഞ്ഞു കിട്ടാൻ ചെയ്തതാണ്. പലപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ തമ്പുരാൻ പോയി നിൽക്കുന്നത്. അതുതാ ഇതുതാ ഇതുതാ അതുതാ അത് തന്നില്ല ഞാൻ അങ്ങനെ ചെയ്യും, ഇത് തന്നില്ല അങ്ങനെ ചെയ്യും, ഭീഷണിപ്പെടുത്തി ദൈവത്തെ. വീട്ടിൽ നിന്ന് ഞാൻ ഈ 40 ഉപവാസം എടുക്കും, അതും പറ്റില്ല, ഇനി 50 ഉപവാസം. ഈ അടുത്ത കാലത്ത് കണ്ടിട്ട് 50 ഉപവാസം ഉണ്ടായിരുന്നു. ഉപവാസം എടുക്കാൻ തരത്തില്ലെങ്കിലും ദൈവത്തെ മുമ്പ് സമ്മർദ്ദം ചെലുത്തുന്ന ഉപവാസം പാടില്ല. അവിടെ ദൈവം, നമ്മൾ ദൈവമാകാൻ നോക്കുക. നമ്മൾ സൃഷ്ടിയും ദൈവമായിട്ട് നിൽക്കണം. മറിയം ഒരിക്കലും ഇങ്ങനെയുള്ള സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടോ ദൈവത്തിന് മുമ്പിൽ? ഉണ്ടോ? പറഞ്ഞേ. മറിയം എപ്പോഴും വിധേയപ്പെട്ടു നിന്നു. ദൈവമേ നീ എന്ത്, കാരണം നീ ദൈവവും ഞാൻ മനുഷ്യ വ്യക്തിയുമാണ്, നിനക്ക് എല്ലാം അറിയാവൂ. ഏറ്റവും നല്ലവനും, നമ്മളങ്ങനെയല്ലേ പ്രാർത്ഥിക്കുന്നത് മനസ്സാപ്രകരണം, ഏറ്റവും നല്ലവനും ഏറ്റവും അറിവ് കൂടിയവനും എല്ലാത്തിനും ഇപ്പം ദൈവമല്ലേ. പിന്നെ ഞാൻ എന്തിനെ ഈ കൊല്ലക്കൊടെ സൂചി വയ്ക്കാൻ പോണ എന്തിനാ? മാതാവിന് നന്നായിട്ട് അറിയാം മാതാവ് ആരാണെന്നുള്ളത്. അതുകൊണ്ട് മാതാവ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ മുമ്പിൽ എപ്പോഴും അടിയറവ് പറയും. അതുകൊണ്ട് ദൈവത്തിന് എന്തൊരു വിശ്വാസമായിരുന്നു അറിയാം മാതാവിൽ. ആ മറിയല്ലേ, ഒരു കുഴപ്പമുണ്ടാക്കിയില്ല, അവളെ എന്തും വിശ്വസിച്ച് ഏൽപ്പിക്കാം. അവൾ ഒരിക്കലും എൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ചിന്തിക്കുക പോലും ഇല്ലതും ദൈവത്തിന് 100% ഉറപ്പായിരുന്നു ഈ ഒറ്റ ആളെ പറ്റി. ബാക്കിയുള്ളവരുടെ കാര്യം കണ്ടറിയണം, നമ്മുടെയൊക്കെ കാര്യം കണ്ടറിയണം. തക്കം കിട്ടിയ പുണ്യാളും കക്കും എന്ന് പറയുന്ന മാതിരിയാ നമ്മൾ. വലിയൊരു ചാൻസ് കിട്ടി നമ്മൾ നമ്മുടെ ഇഷ്ടം സാധിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഫോഴ്സ് ചെയ്യുന്നു ദൈവത്തെ. അപ്പോൾ ദൈവം കൊച്ചു പിള്ളേർ കിടന്ന് ഉരുണ്ട് കരഞ്ഞപ്പോൾ അമ്മ എടുത്ത് കൊടുത്തു നിർത്തി. അമ്മയ്ക്ക് ഇഷ്ടമായിട്ട് കൊടുത്തതൊന്നുമല്ല, പിന്നെ എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞിട്ട് ദൈവം ചിലപ്പോൾ എന്തെങ്കിലും ആട്ടെ തരും. പക്ഷേ നമുക്ക് ഗുണപ്പെടാൻ സാധ്യത കുറവാണ്. ഇതൊരു വലിയ വിഷയമാകട്ടെ. ഇത് ദൈവഹിതത്തിന് പരിപൂർണമായി എല്ലായ്പ്പോഴും വിധേയപ്പെട്ട ഏക വ്യക്തി. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ധ്യാനം കൂടുന്നവർ, നിങ്ങൾ ആരുടെയെങ്കിലും ജോലി നാളെ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ പറയോ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ? പറയോ? നല്ല ആരോഗ്യത്തിൽ ഇപ്പം ഇരിക്കുന്ന ആളെ ഡോക്ടർ പറയാം എനിക്ക് ക്യാൻസർ 4th സ്റ്റേജ് എന്ന് പറയുകയാണെങ്കിൽ പറയോ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി? അപ്പം അതാണ് ദൈവഹിതത്തിന് എപ്പോഴും പൂർണ്ണ വിധേയപ്പെടുന്ന നിസ്സാര കാര്യമൊന്നുമില്ല. അതൊരു ജീവിക്കുന്ന രക്തസാക്ഷിത്വമാണ്. കഴുത്തറക്കപ്പെട്ടും തീയിൽ ബന്ധമൊക്കെ മരിച്ചവർ അത് 10 മിനിറ്റ് പണി കഴിഞ്ഞു. പക്ഷെ ഇത് എന്നും എപ്പോഴും രക്തസാക്ഷിത്വമാണ്. സ്വന്തം ഇഷ്ടം ദൈവ ഇഷ്ടത്തിന് പൂർണ്ണമായി അടിയറ വയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പം മാതാവിന് ഉന്നത വണക്കം കൊടുക്കാൻ 3 കാരണം പറഞ്ഞു. ഒന്ന്, അതായത് ഉത്ഭവപാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് പൂർണ്ണമായി മോചിതയും ഒപ്പം ദൈവിക ജീവന്റെ സമൃദ്ധമായ നിറവുള്ളവളാണ് മറിയം. രണ്ടാമത്തേത്, ദൈവത്തിന്റെ മനുഷ്യാവതാരം സാധ്യമാക്കാൻ ഉപകരണമായവൾ. ലോകത്തിന്റെ രക്ഷ ദൈവത്തിന്റെ മനുഷ്യാവതാരത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ആ മഹാരക്ഷാകര സംഭവത്തിന് ദൈവകരങ്ങളിൽ വെറും നിശ്ചേഷ്ട ഉപകരണമൊന്നുമല്ല, സജീവമായ ഉപകരണമാകാൻ മറിയം മനസ്സ് കാണിച്ചു. മൂന്നാമത്തെ കാരണം, ദൈവഹിതത്തോട് എപ്പോഴും എല്ലാ സമയത്തും എല്ലാ സാഹചര്യങ്ങളിലും പൂർണ്ണമായി വിധേയപ്പെട്ടതും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ എന്താണെന്ന് നടക്കുകയില്ല അല്ലേ? ആദ്യത്തെ രണ്ടാമത്തതും നമുക്ക് പറ്റുമെന്ന് തോന്നണില്ലല്ലേ? മൂന്നാമത്തെ വേണേ ശ്രമിച്ച് നോക്കാൻ പറ്റും. സത്യത്തിൽ നമ്മുടെ വിശുദ്ധിയെ ദൈവം അളന്നു നോക്കാൻ പോകുന്നത് എന്തിനടിസ്ഥാനത്തിലായിരിക്കും അറിയാമോ? എന്തിനടിസ്ഥാനത്തിലായിരിക്കും? നമ്മളുടെ ജീവിതാന്ത്യത്തിൽ നമ്മുടെ ജീവിതത്തെ ദൈവം വിലയിരുത്താൻ പോകുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നാണ് വിചാരിച്ചിരിക്കുന്നത്? ദൈവഹിതത്തോട് നമ്മൾ എന്തുമാത്രം അടുത്തു വന്നതാണ്.
ദൈവഹിതത്തോട് നമ്മൾ എന്തുമാത്രം ചേർന്നു എന്നുള്ളതാണ് നമ്മൾ അളന്നു നോക്കാൻ പോകുന്ന അളവ് പോലും. നമ്മൾ എത്ര കൊല്ലം ധ്യാനകേന്ദ്രത്തിൽ നിന്നു, എത്ര കൊല്ലം പള്ളിയിൽ കൈക്കാരനായി, എത്ര പ്രാവശ്യം ഫാമിലി യൂണിറ്റ് പ്രസിഡൻ്റായി, വൈദികനാണോ കന്യാസിയാണോ അൽമാ, ഇതൊന്നും ദൈവത്തിൻ്റെ പരിഗണനാ വിഷയമില്ല. ഇതിൻ്റെ പേരിൽ ഒരു പ്രത്യേക പരിഗണന തരാനും പോണില്ല. ദൈവഹിതത്തിന് ഞാനും നിങ്ങളും എന്തുമാത്രം അധികം വിധേയപ്പെട്ട് ജീവിച്ചു, ഇത് മാത്രം ദൈവം നോക്കുക. അപ്പം അത് നമുക്കെല്ലാവർക്കും അനുകരിക്കാവുന്ന ഒരു വിഷയമാണ്. നമ്മുടെ ഇഷ്ടം എപ്പോഴും സ്വാർത്ഥത നിറഞ്ഞതായിരിക്കും. സ്വഭാവേന നമ്മളെല്ലാവരും സ്വാർത്ഥരാണ്. നമ്മുടെ സ്വന്തം പേര്, പ്രശസ്തി, ഇഷ്ടം, നേട്ടം, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ സ്വഭാവേന നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ സാധാരണ ചിന്തിക്കുള്ളൂ. നമ്മുടെ സാധാരണയുള്ള ചായ്വ് ദൈവഹിതത്തിന് ചേർന്നാകാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ഒരു കാര്യം ചിന്തിക്കുന്നതിനും പറയുന്നതിനും മുമ്പ് പരിശുദ്ധാരൂപിയോട് കൺസൾട്ട് ചെയ്യണമെന്ന് പറയാൻ കാരണം. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ദൈവത്തോട് ആലോചിക്കണം എന്ന് പറയാൻ കാരണം എന്താ? സാധാരണഗതിയിൽ നമ്മളുടെ ആലോചനയും നമ്മുടെ തീരുമാനവും എല്ലാം സ്വാർത്ഥം നിറഞ്ഞതായിരിക്കും. ദൈവത്തിൻ്റെ ഹിതം പരിഗണിക്കാത്ത ആയിരിക്കും. ദൈവത്തിൻ്റെ ഹിതം പരിഗണിക്കാതെ ആയിരിക്കും. നമ്മുടെ നേട്ടവും നമ്മുടെ ലാഭവും നമ്മൾ പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുന്ന മാതാവിനെ അനുകരിക്കണമെങ്കിൽ നമ്മൾ ഒരു എക്സ്ട്രാ സ്പെഷ്യലായി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഏത് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ദൈവത്തിന് ഇത് ഇഷ്ടമാണോ, ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണോ? നമുക്ക് 100 ന്യായങ്ങൾ പറയാൻ കാണും നമ്മുടെ വശം പറയാനായിട്ട്. പക്ഷെ അതൊന്നും ദൈവത്തിന് വിലയുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. ഈശോയെ പറ്റി ഈശോ തന്നെ പറയുന്നുണ്ട് എബ്രായ ലേഖനത്തിൽ, അല്ലേ? എന്താ പറയുന്നത്? പിതാവേ, ഇതാ നിന്റെ ഇഷ്ടം നിവർത്തിക്കാൻ ഞാനിതാ വരുന്നു. യേശു പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത് കൊണ്ട് യേശുവിനെ വിളിച്ച പേരെന്താ? യെശയ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ ദാസൻ, ദ സെർവൻ്റ് ഓഫ് ഗോഡ്. സെർവൻ്റ് നമ്മൾ പറയുന്ന ആരെയാ? വീട്ടിലെ ഇതാരെ? ഞങ്ങളുടെ സെർവൻ്റായത്, ഞങ്ങളുടെ വീട്ടിലെ സെർവൻ്റാ. മകനൊക്കെ ആരും സെർവൻ്റ് എന്ന് പറയുമോ? സ്വന്തം മകളെ അമ്മ കയറി വിളിക്കുക, ഞങ്ങളുടെ വീട്ടുപണിക്ക് എൻ്റെ പെണ്ണാ സെർവൻ്റ് പറയുമോ? യേശുവിന് പരിശുദ്ധാത്മാവ് എടുത്ത പേര് സെർവൻ്റ് എന്നാണ്, ദൈവത്തിൻ്റെ ദാസൻ. എന്താ കാരണം? പിതാവിന് സമനാണ് യേശു എങ്കിലും പിതാവിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി വിധേയപ്പെടുക എന്നത് ഈശോ തിരഞ്ഞെടുത്തു. അത് തന്നെ ഈശോയുടെ മഹത്വത്തിന് കാരണം. മാതാവിൻ്റെ മഹത്വത്തിനും കാരണം അത് തന്നെയാണ്. മാതാവ് ദൈവത്തിൻ്റെ ഹിതം മാത്രമേ തിരഞ്ഞെടുത്തു, ഒരിക്കലും സ്വന്തം ഹിതം. നോക്കിക്കോ, ഈ അടുത്ത കാലത്ത് നമ്മൾ ഓരോരുത്തരും എളുപ്പത്തിന് ഞാൻ പറയാം, നമ്മൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 1-2 മാസമെങ്കിലും നമ്മളെടുത്ത തീരുമാനം എഴുതി വെച്ച് നോക്കിയ ക്ലാസ്സിൽ എടുത്ത പല തീരുമാനങ്ങളും ആധ്യാത്മികത സംബന്ധിക്കാകാം, ഭൗതികത സംബന്ധിക്കുന്നതാകാം, കുടുംബയോഗം സംബന്ധിക്കുന്നതാകാം, ജോലിയെ സംബന്ധിക്കുന്നതാകാം, വരുമാനം ഉണ്ടാക്കിയത് സംബന്ധിച്ചാകാം, എന്തുമാണ്, പണം ചെലവഴിച്ച് സംബന്ധിച്ചാകാം, വസ്തുവകൾ വാങ്ങിയത് സംബന്ധിച്ചാകാം. ചുമ്മാ ഒരു കണക്കുണ്ടാക്കി നോക്കറിയാമല്ലോ. മിക്കവാറും അവിടെ കാണാൻ പറ്റും, സത്യസന്ധമായിട്ട് വിലയിരുത്തി കാണാൻ പറ്റും, ആധ്യാത്മികത പോലും സ്വാർത്ഥം നിറഞ്ഞതാണ്. ആധ്യാത്മികത പോലും സ്വാർത്ഥം നിറഞ്ഞതാണ്. ദൈവേഷ്ടമല്ല അന്വേഷിക്കുന്നത്. എനിക്കിതാണ് തൃപ്തി, എനിക്കിതാണ് സന്തോഷം, എനിക്കിതാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് മാതാവിൻ്റെ ഈ മൂന്നാമത്തെ ഈ പ്രത്യേക സ്വഭാവം, അത് നമ്മൾ പ്രത്യേക മറ്റത് രണ്ടും നമുക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് ഉള്ളത് കയറി പിടിക്കാം. ഇത് നമുക്ക് സാധ്യമാണ്. അങ്ങനെ നമ്മൾ ഓരോരുത്തരെ പറ്റി പിതാവിനെ പറയാനിടയാകുകയാണെങ്കിൽ, അല്ലേ, അവൾ എൻ്റെ ഇഷ്ടത്തിന് വിട്ടു പോവുകയല്ലാത്ത ആളാ, എനിക്ക് ഉറപ്പുണ്ട് എന്ന് ദൈവത്തിന് പറയാൻ പറ്റിയാൽ മിക്കവാറും സ്വർഗത്തിൽ മാതാവിൻ്റെ അടുത്ത ചെറിയ കസേരയിട്ട് നമ്മൾ ഇരുത്താൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. മാതാവ് പറയാം, ഇവിടെ എടുത്തിക്കും, എനിക്ക് പറ്റിയ ആളെ ഇവിടെ തന്നെ എടുത്തിക്കും എന്ന് പറയാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതാണ്. ദൈവമേ, ഇത്രയും കൊല്ലം ഞാൻ എൻ്റെ ഇഷ്ടമനുസരിച്ചാണ് ജീവിച്ചിരിക്കുന്നത്. എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ മുൻഗണന കൊടുത്തിരുന്നത്. എൻ്റെ ഇഷ്ടം സാധാരണതയിൽ സ്വാർത്ഥം നിറഞ്ഞതാകാൻ സാധ്യതയുള്ളൂ. ദൈവം, നിൻ്റെ ഇഷ്ടം എന്തെന്ന് അന്വേഷിക്കാൻ, നിൻ്റെ ഇഷ്ടം എന്തെന്ന് വിവേചിക്കാൻ, നിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യാൻ എന്നെ സഹായിക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് മാതാവിനെ ഒന്ന് പ്രകീർത്തിക്കണം. നമ്മൾ നേരത്തെ പാടിയ ആ ഗാനം വീണ്ടും പാടി മാതാവിനെ പ്രകീർത്തിക്കാൻ പോവുകയാണ്. മാതാവിനെ പ്രകീർത്തിച്ചാൽ ദൈവാരാധനയ്ക്കെതിരാകുമോ അത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ? അത് ഞാൻ്റെ ഒരു വചനം പറഞ്ഞു തരാം. എന്നറിയാമോ? എലിസബത്ത് പുണ്യാളത്തി മാതാവിനെ അങ്ങേറ്റം അങ്ങോട്ട് പുകഴ്ത്തി. ഹോ, എൻ്റെ കർത്താവിൻ്റെ അമ്മ ഞങ്ങളുടെ വീട്ടിൽ വരാൻ എന്താണ് ഞങ്ങൾക്ക് യോഗ്യത എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പുകഴ്ത്തിയ മാതാവ് പറയുന്നത് ഷീ ക്രൈഡ് ഔട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. മാതാവ് ഒച്ചത്തിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവെ മഹത്വപ്പെടുത്തുന്നു. അതിൻ്റെ അർത്ഥം എന്താ? മാതാവിന് കിട്ടിയ സ്തുതി മാതാവ് എന്താക്കി മാറ്റി? ദൈവാരാധനയായി കൺവേർട്ട് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അമേരിക്കയിൽ പോയി ഇറങ്ങും, നമ്മുടെ ഇന്ത്യൻ കറൻസി ഡോളറാക്കി മാറ്റുന്ന പോലെയാണ്. മാതാവിന് കൊടുത്ത, എലിസബത്ത് മാതാവിന് കൊടുത്ത ആ പ്രകീർത്തന സ്തുതി മാതാവ് എന്താക്കി മാറ്റി? പരിശുദ്ധ ത്രിത്വത്തിലുള്ള ആരാധനയായിട്ട് മാറ്റി. അതുകൊണ്ട് നമ്മൾ മാതാവിനെ പ്രവർത്തിച്ച് ആരും വിഷമിക്കേണ്ട. അയ്യോ, ദൈവത്തിന് മഹത്വം കുറയുമെന്ന് വിഷമിക്കേണ്ട. ഒരു നല്ല ആർട്ട് വർക്ക് കാണുമ്പോൾ നമ്മൾ ചോദിക്കും, ഇതാരാ വരച്ചത്? ആരാ ആർട്ടിസ്റ്റ്? ആർട്ടിൽ നിന്ന് ആർട്ടിസ്റ്റിലേക്ക് പോകും നമ്മുടെ ശ്രദ്ധ. ആർട്ടിനെ നോക്കി നമ്മൾ ആരും അഭിനന്ദിക്കാൻ പോകുന്നില്ല, ആർട്ടിസ്റ്റിനെ നോക്കി നമ്മൾ അഭിനന്ദിക്കും. അപ്പോൾ മാതാവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം അത്യുന്നതനായ ദൈവത്തിലുള്ള സ്തുതി തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് മാതാവിനെ പ്രകീർത്തിക്കുന്ന പാട്ടൊന്നൂർ പാടിയ ശേഷം ദൈവികാരുണ്യ ആരാധനയിലേക്ക്